നൂർനി ഇൻഫോടെക്കിൻ്റെ പൈത്തൺ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ബൂളിയൻ ഡാറ്റ ടൈപ്സ്, റേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, സ്ട്രിംഗ് ഡാറ്റ ടൈപ്സ്, സ്ട്രിംഗിൻ്റെ ഇൻഡെക്സിംഗ്, സ്ലൈസിംഗ് ആൻഡ് അതർ സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ്, പൈത്തണിൻ്റെ ഒബ്ജക്ട്സ്, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് എന്നിവയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ റിലേഷൻ്റെ കറക്റ്റ്നെസ്സിനെ ചെക്ക് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ ഡാറ്റ ടൈപ്പ്. ബൂളിയൻ ഡാറ്റ ടൈപ്പിൽ രണ്ട് വാല്യൂസേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. എല്ലാ റിലേഷണൽ ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ടും നമുക്ക് ബൂളിയൻ ഡാറ്റ ടൈപ്പിലാണ് കിട്ടുക. ബൂളിയൻ ഡാറ്റ ടൈപ്പിൻ്റെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ എ എന്നുള്ളൊരു വേരിയബിളിലോട്ട് ട്രൂനെ സേവ് ചെയ്യണം. ട്രൂ എന്നുള്ളതൊരു ബൂളിയൻ ഡാറ്റ ടൈപ്പാണ്. ഇതേപോലെ ബി എന്നുള്ള വേരിയബിളിലോട്ട് ഫോൾസ് എന്നുള്ള ബൂളിയൻ ഡാറ്റ ടൈപ്പിനെയും നമ്മൾ സേവ് ചെയ്യുകയാണ്. നമ്മളുടെ രണ്ട് ബൂളിയൻ ഡാറ്റ ടൈപ്പിനെയും നമ്മൾ രണ്ട് വേരിയബിളിലോട്ട് സേവ് ചെയ്തു. ഇനി നമുക്കത് രണ്ടും ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അതിനാണ് പ്രിന്റ് എ കോമ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ ലൈനിൽ തന്നെ രണ്ടും നമുക്ക് പ്രിൻ്റായി കിട്ടും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് റൺ ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ വേരിയബിൾ കൊടുത്തത് ആ വേരിയബിളിൽ ഏത് ഡാറ്റ ടൈപ്പാണോ കൊടുത്തത്, ഇവിടെ നമ്മൾ ബൂളിയനാണ്, അപ്പോൾ അത് നമുക്ക് പ്രിൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഏതൊരു റിലേഷൻ ഡാറ്റ ടൈപ്പിൻ്റെയും ഔട്ട്പുട്ട് നമുക്ക് ബൂളിയൻ ആയിട്ടാണ് കിട്ടുക എന്നുള്ളത്. ഇവിടെ നമ്മൾ 10 ഗ്രേറ്റർ ദാൻ 9 എന്ന് കൊടുത്തു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് അല്ലേ, അതായത് 10 ആണ് 9നേക്കാളും വലുത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിട്ടായിരിക്കും കിട്ടുക. നമുക്ക് റൺ ചെയ്യാം. നമുക്കിവിടെ നോക്കിയാൽ അറിയാം നമുക്ക് ട്രൂ ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. നമ്മളിവിടെ 10 ലെസ് ദാൻ 9നെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ 10 ആണ് 9നേക്കാളും ചെറുത് എന്നാണ് പറയുന്നത്. അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഫോൾസ് ആയിരിക്കും കിട്ടുക. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഫോൾസ് ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇങ്ങനെയാണ് ബൂളിയൻ ഡാറ്റ ടൈപ്പ് വർക്ക് ചെയ്യുന്നത്. എന്താണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്? രണ്ട് ഓബ്ജക്ട്സിനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ റിസൾട്ട് എന്നും ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും, അതായത് ഒന്നില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. നമുക്ക് കുറച്ച് ബൂളിയൻ ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഒന്നാണ് ഈക്വൽ. ഈക്വൽ ടു എന്നുള്ളതൊരു ബൂളിയൻ ഓപ്പറേഷൻ ആണ്. അതിൻ്റെ സിമ്പിളാണ് രണ്ട് ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു എന്ന് വെച്ചാൽ ആ ഡബിൾ ഈക്വൽ ടുൻ്റെ രണ്ട് സൈഡുമുള്ള വാല്യൂസ് ഈക്വൽ ആണോ എന്നുള്ളതാണ് അത് നോക്കുന്നത്. അടുത്താണ് നോട്ട് ഈക്വൽ ടു. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ആ രണ്ട് വാല്യൂസും ഈക്വൽ അല്ല എന്നുള്ളതാണ് അത് പറയുന്നത്. എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ഈക്വൽ അല്ല. ഇനി ലെസ് ദാൻ, എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ എ ബിനേക്കാളും ചെറുതാണ് എന്നുള്ളതാണ്. അതുപോലെ ഗ്രേറ്റർ ദാൻ, എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എ ബിനേക്കാളും വലുതാണ്. അതുപോലെയാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. ആദ്യം നമുക്ക് 3 വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് വാല്യൂസ് കൊടുക്കാം. നമ്മളിവിടെ എ ഈക്വൽ ടു 10 കൊടുത്തിട്ടുണ്ട്, ബി ഈക്വൽ ടു 20 കൊടുത്തിട്ടുണ്ട്, സി ഈക്വൽ ടു 10 തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണ് എ ഈക്വൽ ടു ബി, അതായത് എയും ബിയും ഈക്വൽ ആണോ എന്നുള്ളത് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എയും ബിയും ഈക്വൽ ആണ് എന്നുള്ളതാണ് ഇത് പറയുന്നത്. സോ എ 10ഉം ബി 20ഉം ആണ്. അപ്പോൾ ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഫോൾസ് ആണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ പ്രിന്റ് എ ഈക്വൽ ടു സി എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ എയും സിയും ഈക്വൽ ആണ് എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. എ 10ഉം സിയും 10 തന്നെയാണ്. സോ ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് കിട്ടുന്നുണ്ട്. അടുത്ത് നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് കണ്ടീഷൻസ് കോമയിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെയാണ് എ ലെസ് ദാൻ ബി എന്നുള്ളത്, അത് ട്രൂ ആണ്. രണ്ടാമത്തെ എ ഗ്രേറ്റർ ദാൻ ബി എന്നാണ്. സോ എ ലെസ് ദാൻ ബി ട്രൂ ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്താണെങ്കിലും ഫോൾസ് ആയിരിക്കും അല്ലേ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ട്രൂ ഫോൾസ് എന്ന് ഒരേ ലൈനിൽ കിട്ടുന്നുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ രണ്ട് ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെയാണ് എ ലെസ് ദാൻ സി. എയും സിയും രണ്ടും 10 ആണ്. അതുകൊണ്ട് എ ലെസ് ദാൻ സി എന്നുള്ളതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്താണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ലെസ് ദാൻ ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും അല്ലെ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഇവിടെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ ഒന്നില്ലെങ്കിൽ ലെസ് ദാൻ ആവണം അല്ലെങ്കിൽ ഈക്വൽ ടു ആവണം. അപ്പോൾ എയും സിയും 10 ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്, ലെസ് ദാൻ അല്ലെങ്കിലും ഈക്വൽ ആണ്. അതുകൊണ്ട് ഇത് ട്രൂ ആയിരിക്കും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഫോൾസ് ട്രൂ എന്ന് പറഞ്ഞ രണ്ട്
ഔട്ട്പുട്ടും കൂടി ഒരുമിച്ച് കിട്ടുന്നുണ്ട്. അടുത്തതായി എന്താണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് നോക്കാം. രണ്ട് ബൂലിയൻ വാല്യൂവിനെ കമ്പൈൻ ചെയ്ത് റിസൾട്ട് ആയിട്ട് ഒരു ബൂലിയൻ വാല്യൂ കിട്ടുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് തന്നെ ആയിരിക്കും. നമുക്ക് 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റത്തെയാണ് AND. എ ആൻഡ് ബി എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഫോൾസ് ആയാൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും കിട്ടുക. അടുത്തതാണ് ഓർ ഓപ്പറേഷൻ. എ ഓർ ബി എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ട്രൂ ആയാൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ട്രൂ ആണ് കിട്ടുക. എന്ന് വെച്ചാൽ എയും ബിയും രണ്ടും ഫോൾസ് ആയാൽ മാത്രമാണ് നമുക്ക് ഫോൾസ് കിട്ടുക. അല്ലാത്ത എല്ലാ കേസസിലും നമുക്ക് ട്രൂ ആണ് കിട്ടുക. അടുത്തതാണ് നോട്ട് ഓപ്പറേഷൻ. നോട്ട് എ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് ആണ് കിട്ടുക. അതായത് എ ട്രൂ ആണെങ്കിൽ നോട്ട് എ ഫോൾസ് ആയിരിക്കും, എ ഫോൾസ് ആണെങ്കിൽ നോട്ട് എ ട്രൂ ആയിരിക്കും. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. ആദ്യം നമ്മൾ 3 വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എയിൽ ട്രൂ ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്, ബിയിൽ ഫോൾസ് ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്, സിയിലും ട്രൂ തന്നെയാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ 2 ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെയാണ് എ ആൻഡ് ബി. എ ട്രൂവും ബി ഫോൾസും ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. രണ്ടാമതെയാണ് എ ആൻഡ് സി. രണ്ടും ഇവിടെ ട്രൂ ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഫോൾസ് ട്രൂ ഇങ്ങനെയാണ് 2 ഔട്ട്പുട്ട് കിട്ടുന്നത്. അടുത്ത പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഓർ ഓപ്പറേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എ ഓർ ബി. എ ട്രൂ ആണ്, ബി ഫോൾസ് ആണ്. അപ്പോൾ എ ഓർ ബി എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് ട്രൂ വന്നാൽ തന്നെ എ ഓർ ബി ട്രൂ ആവും. എ ഓർ സി രണ്ടും ട്രൂ ആണ്, അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ട്രൂ ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ രണ്ടും ട്രൂ തന്നെയാണ് ഔട്ട്പുട്ട് കിട്ടുക. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ രണ്ടും ട്രൂ ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. അടുത്ത് നമ്മൾ നോട്ട് ഓപ്പറേഷനാണ് പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. നോട്ട് എ ട്രൂ ആണ്, നോട്ട് എ ഫോൾസ് ആയിരിക്കും. നോട്ട് ബി, ബി ഫോൾസ് ആണ്, അതുകൊണ്ട് തന്നെ നോട്ട് എ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. നമുക്ക് ഇതും കൂടി റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഫോൾസ് ട്രൂ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യുക. അടുത്ത ഡാറ്റ ടൈപ്പാണ് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ്. യൂണിക്കോഡ് ക്യാരക്ടേഴ്സിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയാം. സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിൽ വൈറ്റ് സ്പേസസ് അലൗഡ് ആണ്. പിന്നെ നമ്മൾ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിൽ നമ്മൾ ആൽഫബറ്റ്സും അതേപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും എല്ലാം അതിൽ അലൗഡ് ആണ്. ക്യാരക്ടേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു ഡാറ്റ ടൈപ്പ് ഇല്ല. ഒരു സ്ട്രിംഗ് സിംഗിൾ ലൈനിലാണ് എഴുതുന്നത് എങ്കിൽ നമ്മൾ സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിലാണ് എഴുതുക. മൾട്ടിപ്പിൾ ലൈനിലാണ് എഴുതുന്നത് എങ്കിൽ നമ്മൾ ട്രിപ്പിൾ കോട്ട്സിലാണ് എഴുതുക. സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ആദ്യം നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം, str1 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ സിംഗിൾ കോട്ട്സിൽ ഹലോ സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ് എഴുതുന്നത്. നമ്മളിപ്പോൾ കോമ, വൈറ്റ് സ്പേസ് ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എഴുതാൻ സാധിക്കും. അതേപോലെ നമ്പേഴ്സും നമുക്ക് സ്ട്രിംഗ് ആയിട്ട് എഴുതാം. കോട്ട്സിൽ എഴുതി എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രിംഗ് ആയി മാറും, അല്ലാതെ എഴുതിയാൽ അതൊരു ഇൻറ്റിജർ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു സിംഗിൾ കോട്ട്സിലും ഡബിൾ കോട്ട്സിലും ട്രിപ്പിൾ കോട്ട്സിലും നമുക്ക് സിംഗിൾ ലൈൻ സ്ട്രിംഗ് എഴുതാൻ പറ്റും. നമ്മൾ str2 എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് ലേണിംഗ് മെയ്ഡ് സിമ്പിൾ എന്നുള്ള സ്ട്രിംഗ് സേവ് ചെയ്തിട്ടുണ്ട്, അസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഡബിൾ കോട്ട്സിലാണ് ഈ സ്ട്രിംഗ് എഴുതിയിരിക്കുന്നത്. നമ്മൾ str3 എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് പൈത്തൺ ബേസിക്സ് എന്നുള്ള സ്ട്രിംഗ് സേവ് ചെയ്തിട്ടുണ്ട്. ഇത് ട്രിപ്പിൾ കോട്ട്സിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് മൂന്നും പ്രിന്റ് ചെയ്യാനുള്ള പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതാം. നമ്മുടെ പ്രിന്റ് സ്ട്രിംഗ് 1, പ്രിന്റ് സ്ട്രിംഗ് 2, പ്രിന്റ് സ്ട്രിംഗ് 3 എഴുതിയിട്ടുണ്ട്. നമുക്കിനി ഇത് റൺ ചെയ്ത് നോക്കാം. നമ്മൾ സിംഗിൾ കോട്ട്സിൽ എഴുതിയതാണ് ഈ ഹലോ സ്റ്റുഡൻറ്റ്, ഡബിൾ കോട്ട്സിൽ എഴുതിയതാണ് ലേണിംഗ് മെയ്ഡ് സിമ്പിൾ, ട്രിപ്പിൾ കോട്ട്സിൽ എഴുതിയതാണ് പൈത്തൺ ബേസിക്സ്. സോ ഇതെല്ലാം ഒരേപോലെ തന്നെയാണ് നമുക്ക് പ്രിൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസിലാണ് സ്ട്രിംഗ് എഴുതേണ്ടത് എങ്കിൽ അത് നമുക്ക് ട്രിപ്പിൾ കോട്ട്സിൽ മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ. നമ്മളുടെ ട്രിപ്പിൾ കോട്ട്സിലുള്ള സിംഗിൾ ലൈൻ സ്ട്രിങ്ങിനെ ഞാൻ മൾട്ടി ലൈൻ ആക്കിയിട്ടുണ്ട്. പൈത്തൺ ബേസിക്സ് വെൽക്കം ടു നൂർനി ഇൻഫോടെക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ ട്രിപ്പിൾ കോട്ട്സിലാണ് എഴുതുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഈ പ്രിന്റ് സ്ട്രിംഗ് 3 str3 എന്നുള്ളത് റൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു വെൽക്കം ടു നൂർനി ഇൻഫോടെക് പൈത്തൺ ബേസിക്സ് എന്നുള്ള സ്ട്രിങ് പ്രിൻ്റ് ആവുക. നമുക്കൊന്ന് റൺ ചെയ്യാം. സോ നമ്മൾ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അത്രയും ലൈനുകളിൽ തന്നെ നമുക്ക് ട്രിപ്പിൾ കോട്ട്സിൽ ഇടുമ്പോൾ വരുന്നുണ്ട്.
സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ ഇട്ടാൽ ഇതേപോലെ വരില്ല. സ്ട്രിങ്ങിൽ എങ്ങനെയാണ് ഇൻഡെക്സ് ചെയ്യാമെന്ന് നോക്കാം. സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സിങ് 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് സ്ട്രിങ്ങിലെ ഫസ്റ്റ് ലെറ്റർ 0 ആയിരിക്കും ഇൻഡെക്സ് നമ്പർ, സെക്കൻഡ് ലെറ്ററിൻ്റെ ഇൻഡെക്സ് നമ്പർ 1 ആയിരിക്കും, തേർഡ് ലെറ്ററിൻ്റെ ഇൻഡെക്സ് നമ്പർ 2 ആയിരിക്കും, അങ്ങനെ സോ ഓൺ. ഇനി ഇതെല്ലാം പോസിറ്റീവ് ഇൻഡെക്സിംഗ് ആണ്. സ്ട്രിങ്ങിൽ നെഗറ്റീവ് ഇൻഡെക്സിങ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ -1 എന്ന് പറയുകയാണെങ്കിൽ സ്ട്രിങ്ങിലെ ഏറ്റവും ലാസ്റ്റ് വേർഡ് ആയിരിക്കും, ലെറ്റർ ആയിരിക്കും നെഗറ്റീവ് ഇൻഡെക്സിങ്ങിൽ -1. നെഗറ്റീവ് ഇൻഡെക്സിങ് -1-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഏറ്റവും ലാസ്റ്റ് ലെറ്റർ -1, അതിന് സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ -2, തേർഡ് ലാസ്റ്റ് ലെറ്റർ -3 ആൻഡ് സോ ഓൺ. സ്ട്രിങ് ഇൻഡെക്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. ആദ്യം നമുക്ക് സ്ട്രിങ് എന്നുള്ളൊരു വേരിയബിളിലോട്ട് ഹലോ എന്നുള്ളൊരു വേർഡിനെ അസൈൻ ചെയ്യാം. നമ്മൾ ഡബിൾ കോട്ട്സിൽ ഇട്ടിട്ടാണ് അസൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഹലോ എന്നുള്ള വേർഡിൻ്റെ ഓരോരോ ലെറ്റർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം സ്ട്രിങ് ഇൻഡെക്സിങ് വെച്ചിട്ട്. സോ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ലെറ്ററിൻ്റെ ഇൻഡെക്സിങ് 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് എച്ചിൻ്റെ ഇൻഡെക്സ് നമ്പർ പറയുന്നത് 0 ആയിരിക്കും, ഇൻ്റെ 1 ആയിരിക്കും, ഫസ്റ്റ് എല്ലിൻ്റെ 2 ആയിരിക്കും, സെക്കൻഡ് എല്ലിൻ്റെ 3 ആയിരിക്കും, ഒൻ്റെ 4 ആയിരിക്കും. സോ നമ്മൾ ഒരു സാധനം പ്രിന്റ് ചെയ്യാൻ പ്രിന്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ പ്രിന്റ് ഓഫ് സ്ട്രിങ് സ്ക്വയർ ബ്രാക്കറ്റിൽ 0 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്ട്രിങ് എന്നുള്ളത് നമ്മളുടെ വേർഡിൻ്റെ വേരിയബിൾ നെയിമാണ്. ഇവിടെ ഹലോ എന്നുള്ളത് സ്ട്രിങ് എന്നുള്ള വേരിയബിളാണ് സേവ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ സ്ട്രിങ് എന്നുള്ളത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇൻഡെക്സ് നമ്പർ ഇടുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വേണം അതിൻ്റെ ഇൻഡെക്സ് നമ്പർ ഇടാൻ. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ എച്ച് എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇതേപോലെ ഞാൻ സ്ട്രിങ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 1 എന്നിട്ടാൽ എനിക്ക് ഇ ആയിരിക്കും പ്രിൻ്റായി കിട്ടുക. ഇതും കൂടെ റൺ ചെയ്ത് നോക്കാം. സോ ഇതേപോലെ നമുക്ക് ഫുൾ ഹലോയിലുള്ള എല്ലാ ലെറ്റേഴ്സും റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ സ്ട്രിങ് ഓഫ് 2 ഇട്ടിട്ടുണ്ട്, പ്രിന്റ് സ്ട്രിങ് ഓഫ് 3 എന്നിട്ടുണ്ട്, അതേപോലെ സ്ട്രിങ് ഓഫ് 4 എന്നും ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് ഹലോയിലുള്ള എല്ലാ ലെറ്റേഴ്സും നമുക്കിവിടെ പ്രിൻ്റായി വരുന്നതായിരിക്കും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് റൺ ചെയ്യുമ്പോൾ HELLO എല്ലാ ലെറ്റേഴ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എന്താണ് സ്ട്രിങ് സ്ലൈസിംഗ് എന്ന് നോക്കാം. ഒരു സ്ട്രിങ്ങിലെ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ആയിട്ട് ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് സ്ലൈസ് ഓപ്പറേറ്റർ. അതുപോലെ സ്ട്രിങ്ങിലെ ഒരു സ്പെസിഫിക് റേഞ്ചിലുള്ള ക്യാരക്ടേഴ്സിനെ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് റേഞ്ച് സ്ലൈസ് ഓപ്പറേറ്റർ. റേഞ്ച് സ്ലൈസ് ഓപ്പറേറ്ററിൽ 3 പാർട്സ് ആണ് ഉള്ളത്: സ്റ്റാർട്ട്, എൻഡ്, ഇൻക്രിമെൻറ്റ്. നമുക്ക് സ്ട്രിങ് സ്ലൈസിങ് ചെയ്യാൻ വേണ്ടി ഞാൻ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിൽ നൂറിൻ്റെ ഇൻഫോടെക് എന്ന് പറഞ്ഞ സ്ട്രിങ് സേവ് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രിങ്ങിൽ INF എന്ന് പറഞ്ഞ 3 ലെറ്റേഴ്സ് മാത്രം ഞാൻ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കൊടുക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഓരോരോ ലെറ്ററിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. 6 എന്നുള്ള ഇൻഡെക്സ് പൊസിഷൻ വൈറ്റ് സ്പേസിൻ്റെയാണ്, കാരണം നൂറിനി സ്പേസ് ഇൻഫോടെക് എന്നുള്ളതാണ് നമ്മൾ കൊടുത്ത സ്ട്രിങ്. ഞാൻ INF എന്നുള്ള 3 ലെറ്റേഴ്സാണ് എനിക്ക് പ്രിൻ്റായി വരേണ്ടത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഡെക്സ് വാല്യൂസ് എന്താണ്? 7, 8, 9. നമ്മളിവിടെ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ നെയിം സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 7:10 എന്ന് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 9 ആയിട്ടും F9 ആയിട്ടും നമ്മൾ 10 വരെ ഇട്ടിരിക്കുന്നത്? കാരണം എൻഡ് എത്രയാണോ നമ്മൾ നമ്പർ കൊടുത്ത് അതേ -1 വരെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ. 7, 8, 9-ലുള്ള INF ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എൻഡ് 10 കൊടുക്കണം. അപ്പോഴാണ് 10 - 1 9 വരെയുള്ള വാല്യൂസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ INF എന്ന് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ നെയിമിൻ്റെ ഉള്ളിൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ :6 എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതായത് സ്റ്റാർട്ട് കൊടുക്കുന്നില്ല, എൻഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഇൻക്രിമെൻറ്റ് കൊടുക്കാതിരിക്കുമ്പോൾ ഡിഫോൾട്ടായിട്ട് 1 തന്നെയാണ് എപ്പോഴും സ്ലൈസിങ് ഓപ്പറേറ്റേഴ്സിൽ ഇൻക്രിമെൻറ്റ് വരാം. നമ്മൾ സ്റ്റാർട്ട് കൊടുത്തില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് സ്റ്റാർട്ട് 0 ആയിരിക്കും. എൻഡ് 6 കൊടുത്തുകൊണ്ട് 6 - 1 5 വരെയുള്ള വാല്യൂസാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ 0 മുതൽ 5 വരെയുള്ള വാല്യൂസ് ആയ NURANI നൂറിനി ആണ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ നൂറിനി എന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ നെയിം ഓഫ് 11: എന്ന് മാത്രം ഇട്ടു, എൻഡ് കൊടുത്തില്ല, സ്റ്റാർട്ടിങ് മാത്രം കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ ഡിഫോൾട്ടായിട്ട് ഏത് വരെയാണോ
എത്ര വരെ ആ സ്ട്രിങ് ഉണ്ട് അത്രയും നമുക്ക് എൻഡ് കിട്ടുന്നതായിരിക്കും. നമ്മളുടെ സ്റ്റാർട്ടിങ് 11 ആയിരുന്നു. സോ അത് ടി ആണ്. അത് മുതൽ എത്ര വരെ നമ്മളുടെ വേർഡ് ഉണ്ടോ അത്രയും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരും. സോ ഡിഫോൾട്ട് ആയിട്ട് എൻ്റെ ഏറ്റവും ലാസ്റ്റ് ലെറ്റർ ആയിരിക്കും. നമുക്കിവിടെ TECH ടെക് മൊത്തത്തിൽ കിട്ടും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ടെക് എന്ന് മൊത്തത്തിൽ കിട്ടുന്നുണ്ട്. ഇവിടെ ഞാൻ നെയിം ഓഫ് -4 എന്ന് കൊടുത്തിട്ടുണ്ട്. -4 എന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ നിന്ന് നാലാമത്തെ എന്നുള്ളതാണ് അർത്ഥം. അതായത് നമുക്ക് ടി ആണ് കിട്ടുക. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ടി ആണ് -4ൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി ഞാൻ നെയിം ഓഫ് -4 കോളൻ കൊടുത്തു, അതായത് എൻഡ് കൊടുത്തിട്ടില്ല. അങ്ങനെ ആവുമ്പോൾ ടി മുതൽ ലാസ്റ്റ് വരെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് ടെക് കിട്ടും -4 കോളൻ ഇട്ട് കൊടുത്താൽ. ഇങ്ങനെയാണ് നമ്മൾ സ്ലൈസിങ്ങും അതേപോലെ റേഞ്ച് സ്ലൈസിങ് ഓപ്പറേറ്റേഴ്സും യൂസ് ചെയ്യുക. സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്ട്രിംഗ് ഓപ്പറേറ്ററാണ് കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ. നമുക്ക് ആദ്യം അത് ചെയ്യാൻ വേണ്ടി രണ്ട് വേരിയബിൾസിൽ രണ്ട് സ്ട്രിങ്സ് അസൈൻ ചെയ്ത് കൊടുക്കാം. എഫ് നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ നൂറിനെയും എൽ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് ഇൻഫോടെക്കും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്ററാണ് കൺകാറ്റിനേഷൻ. അത് വെച്ച് നമുക്കിത് ഈ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വേരിയബിളിനെ ഒരു സിംഗിൾ വേരിയബിളാക്കി മാറ്റാം. ഞാനിവിടെ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എഫ് നെയിം പ്ലസ് എൽ നെയിം എന്നുള്ളതാണ് ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് എഫ് നെയിമിലുള്ള നൂറിനെയും എൽ നെയിമിലുള്ള ഇൻഫോടെക്കും കൂടി ഒരുമിച്ച് ഒറ്റ സെൻറ്റൻസിൽ പ്രിന്റ് ചെയ്ത് കിട്ടും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ എനിക്കിവിടെ നൂറിനെ ഇൻഫോടെക് എന്ന് പറഞ്ഞ് ഒരുമിച്ച് എഴുതി കിട്ടുന്നതായിരിക്കും. അടുത്താണ് റിപ്പീറ്റേഷൻ ഓപ്പറേറ്റർ. സ്റ്റാർ എന്നുള്ളതാണ് റിപ്പീറ്റേഷൻ ഓപ്പറേറ്ററിനെ നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ. ആദ്യം നമുക്കൊരു വേരിയബിളിൽ ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മെസ്സേജ് പറഞ്ഞ വേരിയബിളിലോട്ട് ഹലോ എന്ന് പറഞ്ഞ വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ റിപ്പീറ്റേഷൻ ഓപ്പറേറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ വേർഡിനെ നമുക്ക് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണോ അത്രയും പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എനിക്ക് 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. സോ ഞാൻ പ്രിന്റിൻ്റെ ഉള്ളിൽ മെസ്സേജ് ഇൻറ്റു 3 എന്ന് കൊടുക്കും, അതായത് മെസ്സേജ് സ്റ്റാർ 3. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ മെസ്സേജിലുള്ള വാല്യൂ ഹലോ 3 ടൈംസ് റിപ്പീറ്റായി കിട്ടും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എനിക്കിവിടെ ഹലോ 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 എന്ന് പറഞ്ഞ് 3 ടൈംസ് റിപ്പീറ്റായി കിട്ടുന്നുണ്ട്. ഇതാണ് സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ്. പൈത്തണിൽ എല്ലാം ഒബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരു സ്ട്രിങ് ഒരു ഒബ്ജക്റ്റ് ആണ്, ഒരു ഇൻറ്റിജർ ആണെങ്കിൽ അതൊരു ഒബ്ജക്റ്റ് ആണ്. അങ്ങനെ എല്ലാം ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുക. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസസിൻ്റെ ഇൻസ്റ്റൻസ് ആണ് ഒബ്ജക്ട്സ്. നമ്മൾ നെയിം ഈക്വൽ ടു നൂറിനെ ഇൻഫോടെക് എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ നെയിം സ്ട്രിംഗ് എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണ്. സ്ട്രിംഗ് എന്നുള്ളത് ഒരു ഡാറ്റ ടൈപ്പ് ആണ്, അത് ഇൻബിൽഡ് ആയിട്ട് പൈത്തണിലുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ് നെയിം എന്ന് പറയുന്നത്. ക്ലാസസിന് മെമ്പേഴ്സും മെത്തേഡ്സും ഉണ്ട്. ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ മെമ്പേഴ്സും മെത്തേഡ്സും ക്ലാസസ് റെഫർ ചെയ്യാറ്. എന്താണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്? രണ്ട് വേരിയബിൾസ് മെമ്മറിയിലുള്ള സെയിം ഒബ്ജക്റ്റിനെ ആണോ റെഫർ ചെയ്യുന്നത് എന്ന് നോക്കാനാണ് നമ്മൾ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. രണ്ട് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സാണ് ഉള്ളത്. ഒന്ന് ഈസും ഒന്ന് ഈസ് നോട്ടും. ഈസ് എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾസും മെമ്മറിയിൽ സെയിം ഒബ്ജക്റ്റ് ആണ് എന്നുള്ളതാണ് റെഫർ ചെയ്യുന്നത്. ഈസ് നോട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾസും ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ് റെഫർ ചെയ്യുന്നത്. ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിൾ നോക്കാം. ആദ്യം നമുക്ക് രണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് വാല്യൂസ് അസൈൻ ചെയ്യാം. ഞാനിവിടെ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ലിസ്റ്റിൽ 1, 2, 3 എന്ന് പറഞ്ഞ് 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അത് കഴിഞ്ഞ് എക്സ് ഈക്വൽ ടു വൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എക്സിലുള്ള വാല്യൂസിനെ വൈയിലേക്കും കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സിലും വൈയിലും സെയിം വാല്യൂസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വൈയിലും എക്സിലുള്ള അതേ ലിസ്റ്റ് ഒബ്ജക്ട്സ് തന്നെയാണ് ഉള്ളത്. എന്നിട്ട് നമ്മൾ എക്സ് ഈസ് വൈനെ പ്രിന്റ് ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എക്സും വൈയും ഒന്നാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂ ആണ് ഔട്ട്പുട്ട് കിട്ടുക, ഒന്നല്ല എന്നുണ്ടെങ്കിൽ ഫോൾസ് ആണ് ഔട്ട്പുട്ട് കിട്ടുക. സോ എക്സ് ഈസ് വൈ ഇത് രണ്ടും സെയിം ആണ്, അതുകൊണ്ട് നമുക്കിവിടെ ട്രൂ ആണ് ഔട്ട്പുട്ട് കിട്ടുക. റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ഔട്ട്പുട്ട് ട്രൂ ആണ് കിട്ടുന്നത്. ഈസ് നോട്ട് എന്നുള്ള ഓപ്പറേറ്റർ നോക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, എയും ബിയും. രണ്ടിലും ഞാൻ 4, 5, 6 എന്നുള്ള എലമെൻറ്റ്സ് ഉള്ള ഒരു ലിസ്റ്റിനെയാണ് രണ്ടിലും കൊടുത്തിരിക്കുന്നത്. ബിയിൽ എയിൻ്റെ അതേ സെയിം എലമെൻറ്റ്സ് ആണെങ്കിൽ പോലും
ഡിഫറെൻറ്റ് ലിസ്റ്റ് ഒബ്ജക്ട്സ് ആണ് രണ്ടിനും ഉള്ളത്. ഞാനിവിടെ എ ഈസ് നോട്ട് ബി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എ ബി അല്ല എന്നുള്ളതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കിയാൽ രണ്ടിനും സെയിം വാല്യൂസ് ആയതുകൊണ്ട് ഫോൾസ് ആയിരിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ട്രൂ ആണ്. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ രണ്ടിനും ലിസ്റ്റ് ഒബ്ജക്ട്സ് ഡിഫറെൻ്റ് ആണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ട്രൂ ആണ് കിട്ടുന്നത്. അതായത് എ ബി അല്ല എന്ന് പറയുന്നതിന് ട്രൂ ആണ് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ ട്യൂട്ടോറിയൽ നമ്മൾ ബൂളിയൻ ഡാറ്റ ടൈപ്സ് എന്താണെന്ന് നോക്കി, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് അതുപോലെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കി, നമ്മൾ എന്താണ് സ്ട്രിംഗ് എന്നുള്ള ഡാറ്റ ടൈപ്പ് എന്ന് നോക്കി, സ്ട്രിങ്ങിനെ സിംഗിൾ കോട്ട്സ് ഡബിൾ കോട്ട്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം, മൾട്ടി ലൈൻ സ്ട്രിംഗ് ആണെങ്കിൽ ട്രിപ്പിൾ കോട്ട്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കി, അതേപോലെ സ്ട്രിംഗ് ഇൻഡെക്സിങ് നോക്കി, പിന്നെ നമ്മൾ സ്ലൈസിങ് ഓപ്പറേറ്റേഴ്സ് നോക്കി, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് നോക്കി. നൂർനി ഇൻഫോടെക്കിൻ്റെ ഈ വീഡിയോ കണ്ടതിൽ നന്ദി. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ക്വാളിറ്റി ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യണോ? അതോ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സെന്ററിൽ ജോയിൻ ചെയ്യണോ? എന്തിന് കോംപ്രമൈസ് ചെയ്യണം? വേൾഡ് ക്ലാസ് ട്രെയിനിങ്ങിനോടൊപ്പം ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ ഇന്ന് തന്നെ നൂറണി ഇൻഫോടെക്കിൽ ജോയിൻ ചെയ്യൂ.